തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടയിൽ മൂന്നാറിലെ തൊഴിലാളിയെ കാണാതായിട്ട് ഇന്ന് 4 വർഷം. കാണാതായ ധനശേഖർ ജീവനോടെയുണ്ടോ എന്ന് പോലും അറിയാത്ത തീവ്രവേദനയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തിയിട്ടും വിവരങ്ങളൊന്നും ലഭിക്കാത്തത് പോലീസിനും തിരിച്ചടിയായി. മൂന്നാറിലെ കടലാർ ഈസ്റ്റ് ഡിവിഷൻ സ്വദേശിയായ ധനശേഖറിനെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടെ 2021 ഏപ്രിൽ 20-നാണ് കാണാതായത്. മാതാപിതാക്കളും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ കണ്ണീർ ഇനിയും തോർന്നിട്ടില്ല. തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ മറനീക്കി പുറത്തു വന്നിട്ടില്ല. 1 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ വച്ച് അദ്ദേഹത്തെ കണ്ടുവെന്ന് ഒരാൾ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അവിടെ അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് നിരാശയായിരുന്നു ഫലം. തന്റെ മകന് എന്ത് സംഭവിച്ചുവെന്ന് അറിയാനുള്ള അവകാശമെങ്കിലും നൽകണമെന്നുള്ള അപേക്ഷയാണ് പിതാവ് യേശുദാസിനുള്ളത്. அதை நம்பி நாங்கள் போய் 2 போலீஸோடு போய் அங்கேயும் போய் தேடி பார்த்தோம். அந்த ஆள் சொன்னது கிடையாது. பிறகு இடுக்கிலேருந்து 3 போலீஸார் வந்திருந்தாங்க. அவங்களையும் வச்சு நேராக கூப்பிட்டு வர சொல்லி அந்த ஆள்கிட்டே கேட்டாங்க. கேட்டு பார்த்தது உண்மையானாங்க. பார்த்ததுலாம் உண்மை தான் அப்படின்னு சொன்னாங்க சார். இதுவரைக்கும் எந்த தகவலும் இல்லை. ரொம்ப வேதனையாக இருக்குது. ഒട്ടനവധി ദുരൂഹതകളാണ് അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിലുണ്ടായത്. വന്യജീവി ആക്രമണത്തിനിരയായിരുന്നുവെന്നാണ് ആദ്യ നിഗമനം. എസ്റ്റേറ്റിൽ സൂക്ഷിച്ചിരുന്ന 1200 രൂപ വില വരുന്ന കീടനാശിനി കളവ് പോയതിൽ അന്വേഷണം നടന്നു വരുന്നതിനിടയിലായിരുന്നു തൊഴിലാളിയുടെ തിരോധാനം നടന്നത്. ഈ കളവുമായി ബന്ധപ്പെട്ടുള്ള മാനസിക പീഡനങ്ങളെ തുടർന്നാണ് ധനശേഖർ കാണാതായതെന്ന് ബന്ധുക്കൾ പിന്നാലെ ആരോപണമുയർത്തി. അന്വേഷണം നടന്നു വരുന്നതിനിടയിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായത് പോലീസിനെയും വലച്ചു. പിതാവിന് എന്ത് സംഭവിച്ചുവെന്നറിയാത്ത കുട്ടികൾക്ക് എന്ത് മറുപടി നൽകണമെന്ന് പോലും അറിയാത്ത നിലയിലാണ് താനെന്നും പോലീസ് അന്വേഷണം ഊർജിതമാക്കി അദ്ദേഹത്തെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഭാര്യ ഗീത ആവശ്യപ്പെട്ടു. வர 20ஆம் தேதி வந்தால் எங்கள் வீட்டுக்காரர் காணாமல் போய் 4 வருஷம் முடியுது. ஆனால் இது வரைக்கும் நாங்கள் போலீஸில் எத்தனையோ முறை போய் சொல்லியிருக்கிறோம். ஆனால் அவங்க எந்த ஒரு ஆக்ஷனுமே எடுக்கலை. என் பிள்ளைகளும் பார்த்திங்கன்னா தகப்பம் இல்லாமல் இவ்வளோ நாளும் கஷ்டப்பட்டு ரொம்ப ஒரு கஷ்டத்தில் தான் நாங்கள் இருந்துகிட்ருக்கோம், நானும் என் பிள்ளைகளுக்கும். ஆனால் எத்தனையோ முறை நாங்கள் போய் சொல்லியிருக்கிறோம். ஆனால் ஒரு இதுவுமே நடவடிக்கை எடுக்கலை. ஆனால் தயவு செஞ்சு எப்படியாச்சும் அது அவங்கள கண்டுபிடிக்க, உயிரோடு இருக்காங்களா இல்லையான்னு கூட தெரியாத ஒரு நிலையில தான் நாங்கள் வாழ்ந்துட்டுருக்கோம். இதில் ஏதாவது ஒரு நடவடிக்கை போலீஸ் எடுக்க மாட்டேங்குது. நாங்கள் எவ்வளோ சொன்னாலும் அது பண்ண மாட்டேங்கிறாங்க. ஆனால் அவங்க பண்ணணும் ஏதாவது. തൊഴിലാളിയെ കാണാതായിട്ട് 4 വർഷം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്തതിൽ പോലീസിനെതിരെയുള്ള ആക്ഷേപവും ശക്തമാണ്. ദുരൂഹ സാഹചര്യത്തിൽ തൊഴിലാളിയെ കാണാതായിട്ടും തൊഴിലാളിക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട തൊഴിലാളി സംഘടനകൾ നിസ്സംഗത പുലർത്തുകയാണെന്നും ആരോപണമുണ്ട്. ധനശേഖറിന്റെ തിരോധാനത്തിന് പിന്നാലെയുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ബന്ധുക്കൾ മനുഷ്യാവകാശ സംഘടനകളെയും സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.